ഇന്ന് എൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഈ നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെയും ഡ്യൂട്ടിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പോകുന്ന വഴിക്ക് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു ലോറി അതും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ സ്പീഡായിട്ട് എൻ്റെ വണ്ടിയിൽ തട്ടുക ചെയ്തത്. ലക്കിലി ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസം ഡ്യൂട്ടി തുടങ്ങുന്നത്, അതായത് റെഗുലർ ഒ പി മുതൽ 4 മണിക്ക് ഒ പി തുടങ്ങി. അപ്പോൾ 3:30 മുതൽ നമ്മൾ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ മുതൽ തുടങ്ങി നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിലെത്തുന്നത് മോർണിംഗ് 9:30 അപ്പം ടോട്ടൽ ഒരു 18 hours ആണ് ആ വർക്കിൻ്റെ കാര്യത്തിനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ദ സെയിം ഡേ, അതായത് പോസ്റ്റ് ഡ്യൂട്ടി ഉള്ള ദിവസവും സെയിം ഹാപ്പൻസ്. 3:30 ആകുമ്പോൾ പിന്നെയും ലീവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പിന്നെയും പോകണം 3:30 ആകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഹാർഡ്ലി ഒരു 6 മണിക്കൂറാണ് വീട്ടിൽ കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, കുറച്ചെന്തെങ്കിലും വായിക്കണം, പേഷ്യൻ്റെ കാര്യങ്ങൾ വായിക്കണം, വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ എന്തെങ്കിലും ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ കിട്ടിയ സമയം ഇന്ന് ആക്ച്വലി ഒരു 1 മണിക്കൂറിൽ താഴെയാണ്. ഇത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നോക്കി പോകണം. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് എപ്പോഴാണ് പിന്നെ കിടന്നുറങ്ങാം? ഹ്യൂമൻ ബ്രെയിൻ നീഡ്സ് റെസ്റ്റ്. ആ ഒരു ബേസിക് സാധനം പോലും കിട്ടാണ്ട് എന്ത് വർക്കാണ് നമുക്കത്? നമ്മുടെ വർക്കിനെ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ജോലി നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും? ഇന്ന് ആ ഒരു ആക്സിഡൻ്റ് ഒരു മൈനർ ആക്സിഡൻ്റ് ആയിരുന്നു. വാട്ട് ഇഫ് ഇറ്റ് വാസ് എ മേജർ ആക്സിഡൻറ്റ്? നമ്മുടെ ലൈഫിന് ഈസിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജോബ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിഫിക്കൽട്ട്, ഇറ്റ് ഷുഡ് നോട്ട് ഈറ്റ് യു. അത് നമ്മൾ ഹാം ചെയ്യാൻ പാടില്ല. ദിസ് ഹാപ്പൻസ് ടു എവറി ഹെൽത്ത് കെയർ വർക്കേഴ്സ്. എല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അതായത് പോസ്റ്റ് നൈറ്റ് ഓഫ് കിട്ടുക എന്നുള്ളത് ഒരു മാനസികമായിട്ടുള്ളൊരു പരിഗണനയാണ്. നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മുടെ മക്കളാണ്. അപ്പം ലൈക്ക് വി ഷുഡ് നോട്ട് മിസ് സംതിങ്, അല്ലെങ്കിൽ വി ഷുഡ് നോട്ട് ഡു എ ഹാം. അതും പ്രതീക്ഷിച്ചാണ് അങ്ങനെ പോകണത്. എന്നിട്ടും പിന്നെ ലൈക്ക് ഒരു ഹ്യൂമൻ കൺസിഡറേഷനും ഇല്ലാണ്ട് പിന്നെ അതിന് വർക്ക് ചെയ്യിപ്പിക്കുന്നതിലൂടെ ഇത് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മാതിരിയാ തോന്നുന്നു. സോ ദിസ് ടോക്സിക് വർക്ക് കൾച്ചർ ഷുഡ് എൻഡ്. അത് PG ആയിക്കോട്ടെ, കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് എവറിബഡി നീഡ്സ് റെസ്റ്റ്. അതർവൈസ് നമ്മുടെ അത് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇതൊന്നും ഇടണ്ട. അതൊക്കെ എനിക്ക് അടുത്ത പ്രാവശ്യം ജോലിയൊന്നും കിട്ടാണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലേ ശാരി? നമ്മൾ പഠിക്കുന്ന കാലത്തായാലും ഹൗസ് സർജൻസി മുതൽക്ക് തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ PG ടൈമിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കുന്ന ടൈമിൽ, അത് കഴിഞ്ഞിട്ട് ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വർക്ക് കൾച്ചറിൽ അങ്ങോട്ട് പെട്ടുപോവാണ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് വേണ്ടി നമ്മൾ മരിക്കണം, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മാറ്റി വയ്ക്കണം എന്നാണ് എല്ലാ ടീച്ചേഴ്സും സീനിയേഴ്സും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിൽ ഏറ്റെടുക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ രാവും പകലും ഇല്ലാതെ നമ്മുടെ ആരോഗ്യം പോലും കളഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അത് ആ ടോക്സിക് വർക്ക് കൾച്ചർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മളൊന്നും അല്ലാന്ന് മനസ്സിലാക്കുക. ഈ PG ലൈഫ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിരിക്കും, ജീവിതം സുഖമായിരിക്കും എന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോഴാണ് പിന്നീട് വർക്കിൻ്റെ പ്രഷേഴ്സിലേക്കും ബാക്കിയുള്ള ആക്ച്വൽ റിയൽ ലൈഫിലേക്കും കിടക്കുക. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ആ ഒരു എക്സ്ട്രാ എഫേർട്ടിന് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് പഠനത്തിനോ എന്തെങ്കിലും കാര്യത്തിനോ അത് ഉപയോഗം ഉണ്ടായോ? ഒരു തരത്തിൽ ഉപയോഗപ്പെട്ടിട്ടില്ല. നമ്മൾ രാവും പകലില്ലാതെ ആ ഒരു എൻജിനെ ഓടിച്ചു എന്നല്ലാതെ, എങ്ങനെയൊക്കെയോ തള്ളി നീക്കി എന്നല്ലാതെ, പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് കെയർ കണ്ടിട്ട് വളരെ മോശം ഫീലിംഗ് ആണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതേ വർക്ക് കൾച്ചർ തന്നെ ആയിരിക്കും പല സ്ഥലത്തും. ഞാൻ ഗവൺമെൻറ് കോളേജുകളാണ് പഠിച്ചിട്ടുള്ളത്, പക്ഷേ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സിനും PGസിനും അത് കുറേ സ്ഥലത്തൊക്കെ വർക്ക് കൾച്ചർ കുറേ മാറി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എല്ലാവരുടെയും ജനറലൈസ് ചെയ്ത് പറയല്ല. പക്ഷേ ഇപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യുന്ന അല്ലേ, ഇപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ഹോസ്പിറ്റലുകളും കുറേ വർക്ക് കൾച്ചറുണ്ട്. അതിപ്പോൾ എംപ്ലോയർ ഇനി പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, ആർക്കും അങ്ങനെ ഒരാളെ ഹറാസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽസിൽ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ മുകളിലും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സുമായിട്ടുള്ള ആൾക്കാരെ വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ
അവരെ ആകെ സ്വന്തം ശരീരത്തിനെ മറക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അല്ലാതെ നിങ്ങളുടെ ലൈഫിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻ്റ് ലൈഫ്. അത് ഒരു ദിവസത്തേക്കൊക്കെ ശരി, പക്ഷേ ആ ഫുൾ ട്രെയിനിങ് പീരീഡ് മുഴുവൻ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം? അത് അവർക്ക് പഠിക്കാനൊന്നിനും സമയം കിട്ടില്ല, അവർ ക്വാളിറ്റി ഓഫ് കെയറും ഇല്ല. ഉറങ്ങാതെ പേഷ്യൻറ്റിനെ നോക്കിയാൽ എന്താ അപകടം ഉണ്ടാവുക അല്ലേ പിറ്റേ ദിവസം?